രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് സൂചന. കർണാടകയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയായേക്കും. ദില്ലിയിൽ നിന്നും വിശദാംശങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതിന് അനിശ്ചിതത്വം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് വയനാട്ടിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. യുപിയുടെ ഘടകകക്ഷികൾ നൽകുന്ന സമ്മർദ്ദം, അതുപോലെ തന്നെ മറ്റ് വയനാടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള പ്രതികൂല റിപ്പോർട്ടുകൾ, ഇവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്മാറാനുള്ള ആലോചനയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ സഖ്യത്തിന്റെ നേതൃനിരയിലുള്ള കോൺഗ്രസ് അതിന്റെ ഭാഗമാകേണ്ട ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുത് എന്നുള്ള ഒരു നിലപാട് പല ഘടകകക്ഷികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ വയനാട് മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നത്. ഏതായാലും വയനാട് മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രാഹുലിന്റെ തീരുമാനം ഉത്തരേന്ത്യയിൽ ബിജെപിയെ വലിയ രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ പിന്മാറാനുള്ള ആലോചനയിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുന്നത്. ഏതായാലും രാഹുൽ മത്സരിക്കാനില്ല എങ്കിൽ പകരം ആര് മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും ഇപ്പോൾ സജീവമാണ്. മുതിർന്ന നേതാവ് തന്നെ രാഹുൽ മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ള ഒരു ആലോചന ഇപ്പോൾ ഏതായാലും മറ്റൊരു വശത്ത് പ്രകൃതിയായി നടക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അത് കർണാടകത്തിൽ നിന്നാകണമെന്നുള്ള ഒരു ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. രണ്ടാം മണ്ഡലത്തിൽ അത് ഏത് മണ്ഡലമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ചിക്കോടി, റായ്ചൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണമെന്നുള്ളതാണ് കർണാടക PCCയുടെ അഭിപ്രായം. രാഹുൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാമെന്ന് PCC അറിയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന സൂചന. കർണാടകയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയായേക്കും. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞ ഉമ്മൻചാണ്ടി. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന സൂചന പോലും താൻ നൽകിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. കേരളത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടി കോഴിക്കോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുമെന്ന് ആദ്യം പറഞ്ഞ കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായ ഘട്ടത്തിലായിരുന്നു രാഹുൽ കേരളത്തിൽ മത്സരിക്കുമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും രാഹുൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ നിലപാട് അറിയിച്ചു. എന്നാൽ കേന്ദ്ര നേതാക്കൾ ഈ വിഷയത്തോട് അനുകൂലമായി പ്രതികരിച്ചില്ല. മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. ഈ അവസരത്തിലാണ് ഉമ്മൻചാണ്ടി തന്റെ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത്. രാഹുൽജി കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന ഞാൻ കണ്ടുകൊണ്ട് രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. ഏറ്റവും വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഇല്ലെങ്കിൽ വയനാട് സീറ്റിൽ സിദ്ദിഖ് തന്നെയോ എന്ന ചോദ്യത്തിനും ഉമ്മൻചാണ്ടിക്ക് വ്യക്തതയില്ല. ഇതിൽ രാഹുൽ ഗാന്ധി അല്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം വരുന്നില്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖ് തന്നെ ആയിരിക്കും മറ്റൊരു. അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യം എനിക്ക് ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ സാധിക്കില്ലല്ലോ. അത് നിശ്ചയമായിട്ടും അവിടുന്നാണ് തീരുമാനം ഉണ്ടാകുന്നത്. തീരുമാനമെടുക്കും. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഘടകകക്ഷികൾക്കും അമർഷമുണ്ട്. പ്രചരണം വൈകുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് വയനാട് DCC. അതേസമയം സിദ്ദിഖിനെതിരായ പ്രതിഷേധം തണുപ്പിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടി ഇത്തരമൊരു നാടകം നടത്തിയെന്ന വിമർശനവും കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാഹുലാണ്. രാഹുൽ പിന്മാറുന്നതിന് CPMന്റെ സമ്മർദ്ദമില്ല. അത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കേരളത്തിൽ രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും ചെന്നിത്തല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുലിന്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് ഉടൻ തീരുമാനിക്കണമെന്ന് K. സുധാകരൻ. തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും K. സുധാകരൻ വ്യക്തമാക്കി. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം, അതിലുണ്ടാകുന്ന അനിശ്ചിതത്വം, അത് പ്രവർത്തകരുടെ ഒരു ആവേശത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു മപ്പെടുത്തിയാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. പ്രവർത്തകരുടെ ആവേശത്തെ തണുപ്പിക്കാനൊന്നും അതൊരു സഫിഷ്യന്റ് റീസൺ അല്ല. പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് പറയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ CPIM പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംയുക്തമായാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ഉച്ചയ്ക്ക് 2:30 ദില്ലി AKG ഭവനിലാണ് ചടങ്ങ്. പാർലമെന്റിൽ CPIM അംഗബലം വർദ്ധിപ്പിക്കുക, BJPയെയും NDA ഘടകകക്ഷികളെയും തോൽപ്പിക്കുകയുമാണ് പാർട്ടി ലക്ഷ്യമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്.
ഉപഗ്രഹവേദ പരീക്ഷണത്തിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് മാലിന്യം സൃഷ്ടിക്കുമെന്നും ബഹിരാകാശം എല്ലാവർക്കുമുള്ളതാണെന്നും അമേരിക്ക. അതേസമയം രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചട്ടലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തലെന്നും കമ്മീഷൻ. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷിച്ച് വിജയം കൈവരിച്ച 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം നടത്തുന്നത് ബഹിരാകാശത്ത് മാലിന്യം സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരുമെന്നും ബഹിരാകാശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുമാണ് അമേരിക്കയുടെ വാദം. എന്നാൽ മാലിന്യം ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ തന്നെ പതിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയേക്കാൾ മികച്ച രീതിയിലോ സമാനമായ രീതിയിലോ ഉള്ള ബഹിരാകാശ നേട്ടം മറ്റു രാജ്യങ്ങൾ കൈവരിക്കുമ്പോൾ അമേരിക്ക അതൃപ്തി പ്രകടിപ്പിക്കുന്നത് നേരത്തെയും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണം നേരത്തെ നടത്തിയിരുന്നു. 1959-ലും 1985-ലുമാണ് അമേരിക്ക പരീക്ഷണം നടത്തിയത്. എന്നാൽ 1959-ലെ പരീക്ഷണത്തിൽ അമേരിക്ക ഉപഗ്രഹം തകർത്തിരുന്നില്ല. പിന്നീട് 1985-ൽ F-15 വിമാനത്തിൽ നിന്നും നടത്തിയ പരീക്ഷണത്തിലൂടെ കൃത്രിമോപഗ്രഹം തകർക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ 2007-ൽ ചൈന നടത്തിയ പരീക്ഷണത്തിൽ കാലപ്പഴക്കം ചെന്ന കാലാവസ്ഥാ ഉപഗ്രഹം ചൈന തകർക്കുകയും ചെയ്തു. ഏറ്റവും അധികം മാലിന്യം സൃഷ്ടിച്ച പരീക്ഷണമായിരുന്നു അത്. ബഹിരാകാശത്ത് 2012 മുതൽ തന്നെ ഇന്ത്യയുടെ കൈവശം ഈ സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നുവെങ്കിലും അന്നത്തെ UPS സർക്കാർ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയാൽ ബഹിരാകാശത്ത് അത് മാലിന്യം സൃഷ്ടിക്കുമെന്നും ഇത് മറ്റു ഉപഗ്രഹങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്കയുമായിരുന്നു അനുമതി നിഷേധിച്ചതിന് കാരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ശാസ്ത്ര നേട്ടത്തെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയ പ്രധാനമന്ത്രിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷമടക്കം രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. വയനാട് സ്ഥാനാർത്ഥി വൈകുന്നതിൽ മുസ്ലിം ലീഗിന് പ്രതിഷേധം. പ്രശ്നം ചർച്ച ചെയ്യാൻ ലീഗ് യോഗം മലപ്പുറത്ത് ചേർന്നു. വയനാടും വടകരയും പ്രചരണത്തെ ബാധിച്ചുവെന്ന് മുസ്ലിം ലീഗ്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, വിശദാംശങ്ങൾ. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന് വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നത്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇപ്പോൾ മലപ്പുറം ലീഗ് ഹൌസിൽ ചേർന്നത്. യോഗം അവസാനിച്ചിരിക്കുന്നു. എത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നാണ് ലീഗ് യോഗത്തിന് ശേഷം ആവശ്യപ്പെട്ടത്. വടകരയിലും വയനാട്ടിലും നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഈ ഒരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. ഇത് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നത് AK ആന്റണിയെ പോലുള്ളവരാണ് പാണക്കാട് ഹൈദരലി തങ്ങളെ അറിയിച്ചത്. തുടർന്ന് ഹൈദരലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. രാഹുലിനെ അഭിവാദ്യം ചെയ്ത് സ്വാഗതം ചെയ്ത് വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് ഇതെല്ലാം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ലാതെ വൈകുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് വിമർശനവുമായി UDF-ൽ വലിയ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. വയനാട് സ്ഥാനാർത്ഥി വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത പ്രതിഷേധം. പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി മുസ്ലിം ലീഗിന്റെ യോഗം മലപ്പുറത്ത് തുടരുകയാണ്. വിശദാംശങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്. സംസ്ഥാനത്തെ ചുട്ടുപൊള്ളിച്ച് ചൂട് തുടരുന്നു. ഒരാഴ്ച കൂടി കടുത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ നേരിയ തോതിൽ ഇന്ന് വേനൽ മഴ ചില ജില്ലകളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുകയാണ്. സംസ്ഥാനം ഇതുവരെ നേരിടാത്ത കൊടും ചൂടാണ് നേരിടുന്നത്. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെയാണ് കൂടുന്നത്. പാലക്കാടും പുനലൂരിലുമാണ് ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെട്ടത്. ഒരാഴ്ച കൂടി കടുത്ത ചൂട് സംസ്ഥാനത്ത് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇതിനിടയിൽ നേരിയ തോതിൽ വേനൽ മഴ സംസ്ഥാനത്തെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഇല്ലാത്തപക്ഷം ചൂട് ഇനിയും ഇരട്ടിയാകും. ഇന്ന് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് അറിയിപ്പ്. എന്നാൽ എൽ നിനോ പ്രതിഭാസം തുടർന്നാൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങും. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 46 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് കൂടിയതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പടക്കം നൽകിയിട്ടുള്ളത്. പകർച്ചവ്യാധികൾക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ പൊതുജനം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. 4,35,142 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 5-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ട മൂല്യനിർണ്ണയം ഏപ്രിൽ 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25-ന് ആരംഭിക്കും. ഏപ്രിൽ അവസാനത്തോടെയോ മെയ് ആദ്യവാരമോ ഫലം പ്രസിദ്ധീകരിക്കും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ചൂടുപിടിക്കുന്നു. LDF സ്ഥാനാർത്ഥി A. സമ്പത്ത് പര്യടനം ആരംഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലത്തിൽ ഓടിയെത്താനുള്ള പെടാപ്പാടിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. സൂര്യന് രാഷ്ട്രീയമില്ലാത്തതിനാൽ പൊള്ളുന്ന ചൂട് എല്ലാ പാർട്ടിക്കാരെയും ഒരുമിച്ച് കടന്നാക്രമിക്കുകയാണ്. പൊള്ളുന്ന വെയിലിൽ ഇനി 25 ദിവസം പിടിച്ചു നിൽക്കണം. ഒപ്പം എതിരാളികളെ നിലംപരിശാക്കി മുന്നേറണം. സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. എന്നാൽ LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി MP എന്ന നിലയിൽ താൻ നടത്തിയ പാർലമെന്ററി പ്രവർത്തനവും LDF സർക്കാരിന്റെ ഭരണമികവും തനിക്ക് തുണയാവുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി A. സമ്പത്തിന്റെ പ്രതീക്ഷ. വളരെ കൃത്യമായി ജാഗ്രതയോടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. അവരാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. ചുറ്റിക്കരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമാണ്. ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 6-ലും LDF MLA-മാരാണ്. മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യുന്നത് LDF തന്നെ. പ്രചരണ പ്രവർത്തനങ്ങളിൽ LDF വൻ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. കോന്നിയിൽ നിന്നും മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെ രംഗത്തിറക്കിയാണ് UDF പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അടൂർ പ്രകാശ് എത്തിയതോടെ UDF ക്യാമ്പ് ഒന്നുണർന്നിട്ടുണ്ട്. പണക്കൊഴുപ്പിന്റെ ധാരാളിത്തം മണ്ഡലത്തിലുടനീളം കാണാം. ഈഴവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനും നായർ വോട്ടുകൾ അധികമായി നേടാനുമാണ് അടൂർ പ്രകാശിന്റെ നീക്കം. എന്നാൽ മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ UDF-ന് ഉറപ്പില്ല. എന്നാൽ താൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്ന് അടൂർ പ്രകാശും പറയുന്നു. ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെയും UDF നേതാക്കന്മാരുടെയും ആത്മവിശ്വാസമാണ് എന്റെയും വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. BJP ക്യാമ്പ് പതിയെ ഉണർന്നു വരുന്നതേയുള്ളൂ. പോസ്റ്ററുകളും ചുവരെഴുത്തുകളും മറ്റ് 2 മുന്നണികളെ അപേക്ഷിച്ച് കുറവാണ്. പാലക്കാട് നിന്നും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിലെത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ആത്മവിശ്വാസത്തിലാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയവരുടെ വ്യതയും നോവും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ വിഷയങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. ഇടതിന്റെ കോട്ട തകർക്കും എന്ന UDF-ന്റെ അവകാശവാദം ഫലപ്രദമാകണമെങ്കിൽ അവർ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ഇടതിന് മണ്ഡലം നിലനിർത്തേണ്ടത് അനിവാര്യതയുമാണ്. അനിവാര്യതയും അവകാശവാദവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജനം എന്ത് നിലപാടെടുക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചടയമംഗലത്ത് വോട്ട് അഭ്യർത്ഥിച്ചു. BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. മാലയും കണിക്കൊന്നയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കശുവണ്ടി തൊഴിലാളികൾ KN ബാലഗോപാലിനെ സ്വീകരിച്ചതെങ്കിൽ കൊല്ലത്തും അതൊക്കെ തുടർന്നെങ്കിലും മാർക്ക് ഫാക്ടറിയിലെ തൊഴിലാളികൾ കശുമാങ്ങ നൽകി തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കഴിഞ്ഞ UDF ഭരണകാലത്ത് തിരിഞ്ഞു നോക്കാത്തവർ ഇക്കുറി നിങ്ങൾക്ക് കിട്ടിയത് പോരല്ലോ എന്ന് പറഞ്ഞു വന്ന് വോട്ട് ചോദിച്ച് പറ്റിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. 5 വർഷത്തിന് മുമ്പ് വരാത്ത ആളുകൾ ഇതൊക്കെ അടച്ചു നടന്ന മിണ്ടാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര നന്നാ പോരായിരുന്നല്ലോ, ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ അടച്ചിട്ടേക്കല്ലോ ചോദിക്കണം. എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കണം വെച്ചാൽ ന്യായമായ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഫാക്ടറി മുഴുവൻ അടച്ച് വ്യവസായം മൊത്തം തകർച്ച ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല കാര്യങ്ങളുമായിട്ട് വരും. എന്തായാലും നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ. ഏത് ഗവൺമെന്റ് വന്നാലും ജോലി ചെയ്യാതെ പൈസ വേണമെന്ന് നിങ്ങളാരും പറയുന്നില്ല. നമുക്ക് ജോലി കിട്ടണം, ന്യായമായ കൂലി കിട്ടണം, നമ്മളും അതേ പറയുന്നുള്ളൂ. അല്ലാതെ ആരുടെ അക്കൗണ്ടിൽ വെറുതെ പൈസ തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, ആരും തരാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷം വേണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ ഞാനിത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓരോ മേഖലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കശുവണ്ടി മേഖലയിലെ കാര്യങ്ങളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പലത്തും ചെല്ലുമ്പോൾ നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാണ് ഇടതുപക്ഷത്തിനെതിരെ. കാര്യം രണ്ടുപേർക്ക് വിരോധമാണല്ലോ, ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചടയമംഗലത്താണ് ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പിന്തുണ നൽകി ഇടത് വിദ്യാർത്ഥികൾ നടത്തിയ കൺവെൻഷൻ അപകടത്തിൽപ്പെട്ട് ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിച്ച മുരുകന്റെ ഭാര്യ മുരുകമ്മാൾ ഉദ്ഘാടനം ചെയ്തു. SFI വീട് വെച്ച് നൽകുന്ന ദിവ്യമോൾ തന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു.
മുരുകമ്മയും മക്കൾ ഗോകുലും രാഹുലും ബന്ധുക്കൾക്കൊപ്പം എത്തിയാണ് തങ്ങളെ മുഖ്യമന്ത്രിയുടെ പക്കലെത്തിച്ച സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ സഹായിച്ച KN ബാലഗോപാലിന് പൂമാല ചാർത്തി കൺവെൻഷനിലും CPIM ഓഫീസിലും വെച്ച് പിന്തുണയും ആശംസയും നേർന്നത്. உங்களது பொன்னான வாக்குகளை பாலகோபாலன் சார் அவர்களுக்கு அளித்து அவர்களை வெற்றி பெற செய்யுமாறு தாழ்மையுடன் கேட்டுக்கொள்கிறேன். MAK രണ്ടാം റാങ്കുകാരിയായിരുന്ന ദിവ്യമോൾക്ക് SFI വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടുകയും ജോലി വാങ്ങി നൽകുകയും ചെയ്ത KN ബാലഗോപാലിന് ദിവ്യമോളും പിന്തുണ പ്രഖ്യാപിച്ച് കൺവെൻഷനിൽ പങ്കെടുത്തു. പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനിൽ നമ്മുടെ കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൂടുതൽ തിരക്കി അറിയാനും അതിലൊരു പരിഹാരം കണ്ടെത്താനും ഒക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാറിനും പിന്നെ SFIയുടെ നേതാക്കൾക്കും മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും നമ്മുടെ സാഹചര്യങ്ങളിൽ ഇറങ്ങി കൂടുതൽ എന്താണെന്ന് കണ്ടെത്താൻ ആർക്കും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നത് ബാലഗോപാൽ സാർ തന്നെയാണ്. അപ്പൊ സാറിന് എന്താണ് എല്ലാവരും വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുദ്രാവാക്യം മുഴക്കിയാണ് തങ്ങളുടെ മുൻ നേതാവിനെ വിദ്യാർത്ഥികൾ കൺവെൻഷനിൽ സ്വീകരിച്ചത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാവുമ്പോൾ മികച്ച വിജയപ്രതീക്ഷയിലാണ് വീണ ജോർജ്. മണ്ഡലത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും വികസനത്തിനെ മുൻനിർത്തിയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വീണ ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും മത്സരത്തിന് ചൂടേറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് മുന്നിലാണ്. ഇപ്പോൾ വീണ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്ത് പറയുന്നു ഈ അവസരത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര വിജയം സൃഷ്ടിക്കും. ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ജനങ്ങളുടെ ആവശ്യം മണ്ഡലത്തിൽ വികസനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഏത് മേഖല എടുത്തു നോക്കി, ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖല, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ. ഇവിടെ ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊരു റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ഇല്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഒട്ടേറെ ആവശ്യങ്ങൾ, ഇപ്പോൾ തിരുവല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ ഉണ്ടാകേണ്ട ഉയർത്തപ്പെടേണ്ട റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഒരു മേൽക്കൂര പോലുമില്ല. മഴ നനഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് അടിസ്ഥാന മേഖലയിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അതിനൊരു മാറ്റം നിശ്ചയമായിട്ടും ഉണ്ടാകണം. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടിയ, കേന്ദ്ര ഫണ്ട് കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളിലും അത് കണ്ടെത്തി കൊണ്ടുവന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക, അതിന് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഇടപെടൽ. ഇപ്പോൾ ഈ 3 വർഷമായി സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന രീതിയിലല്ല. ഇപ്പം നെൽകൃഷി നമ്മൾ വ്യാപകമാക്കി. എത്ര 35,000 40,000 ഹെക്ടർ തരിശുപാടത്താണ് നമ്മൾ കൃഷി ഇറക്കിയത്. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 2500 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറങ്ങി പ്രാദേശിക ബ്രാൻഡുകളിൽ നമ്മൾ അരി ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കൃഷിയിലേക്ക് ജനങ്ങൾ മടങ്ങുന്ന ഒരു ആവേശകരമായ അനുഭവമുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് ഉണ്ടാകണം, അതിൽ ഇടപെടൽ ഉണ്ടാകണം, അതിന് പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. റബ്ബർ ഈ തകർത്തെറിഞ്ഞത് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ BJP അതേ നയം പിന്തുടരുന്നത്. അപ്പോൾ ഈ റബ്ബർ കർഷകരുടെ ശബ്ദം അവിടെ ഉണ്ടാകണം. ഞങ്ങൾക്കിതാണ് ആവശ്യം, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഇതുണ്ടാകണം. അല്ലാതൊരു പ്രകടനം നടത്തി പോവുകയല്ല. അതിലൊരു കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം ഇനിയെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങി ചെല്ലുന്നത്. അത് നിശ്ചയമായിട്ടും അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. വലിയ പിന്തുണ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി, എല്ലാവിധ വിജയാശംസകളും. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും നല്ലൊരു വിജയം നേടുമെന്ന് തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്.